ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ. അപ്പോൾ രാവിലെ തന്നെ ഉറക്കപ്പിച്ചയില്ലേ, ഉറക്കപ്പായിന്ന് നേരെ വന്ന് വ്ലോഗ് എടുക്കുക കേട്ടോ. വേണമെങ്കിൽ നല്ല അടിപൊളി സൂര്യൻ എൻ്റെ മുഖത്ത് തന്നെ പ്ലീച്ച് അടിക്കുന്നു. നല്ല രസമുണ്ടല്ലേ. വൈറ്റമിൻ ഡിയുടെ കലവറയാണ് നമ്മൾ കൊണ്ടുകൊണ്ടിരിക്കുന്നത്. താഴെ നേഴ്സറി തുറന്നുകൊണ്ടിരിക്കുകയാണ്. മിനി ചേച്ചിയുണ്ട്, 3 പിള്ളേരുണ്ട്, പിന്നെ വേറെ ഇവിടെ ചേച്ചിയുടെ പിള്ളേരുണ്ട്. ഇവിടെ ഇപ്പം നേഴ്സറി ആണോ അതോ വീടാണോ എന്ന് എനിക്കറിയത്തില്ല. സ്കൂൾ എന്തുവാ ഇന്നലെ എന്തുവായിരുന്നു. അവക്ക് തമ്പുരുവിന് എക്സാം ആയതുകൊണ്ട് ചേച്ചി 5 കഴിഞ്ഞ് പോയായിരുന്നു. പോയിട്ട് 2 ദിവസം മുന്നേ വന്ന്. പിന്നെ പറയണ്ടല്ലോ, പിന്നെ അലപ്പും കാളവും, പിന്നെ ഇവിടെ ഫുള്ള് സൗണ്ട് ബഹളവും. ബൈ ദ ബൈ, എല്ലാവർക്കും സ്കൂളൊക്കെ അടച്ചു കാണും. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ഒക്കെ? എല്ലാവരും നല്ലോണം എഴുതിയോ? ഇനി 2 മാസം വെക്കേഷൻ ഉണ്ട്. പൊളിക്കാല്ലേ എല്ലാവർക്കും വീട്ടിൽ ഇരുന്ന്. എക്സാം ആയിട്ട് ഇപ്പോഴും ഈ കേബിളും വൈഫൈ കട്ട് ചെയ്യുന്ന പേരൻസ് ഉണ്ടോ? നമ്മുടെ സമയത്ത് എൻ്റെ വീട്ടിലൊന്നും അങ്ങനെ കട്ട് ചെയ്തതില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ നിലയിലെത്തി. ഇന്നലെ നമ്മൾ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ആൾമോസ്റ്റ് കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഇനി കുറച്ച് ബലി അങ്ങനത്തെ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മളിന്ന് നേരെ വീട്ടിലോട്ട് പോവുകയാണ്. വീട് അടച്ചിട്ടിട്ട് എത്ര നാളായി. അവിടെ മൊത്തം പൊടിയും അതും ഇതൊക്കെയാണ്. അപ്പം അവിടെ പോയി വൃത്തിയൊക്കെ ആക്കണം. നമ്മൾ ഇടയ്ക്ക് ഇവിടെ വരും, ഇടയ്ക്ക് പോവും, ഇടയ്ക്ക് വരും. അങ്ങനെ 41 അസ്ഥി ഒഴുക്കുന്ന 41 ഒഴുക്കുന്നുള്ളൂ, 16 ഒഴുക്കുന്നില്ല. അമ്മ അത്രയും ദിവസം ഇവിടെ നിന്ന് വിളക്ക് കത്തിക്കുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകും. അത് കഴിഞ്ഞ് നമ്മളെ അമ്മയും കൊണ്ടു. നമ്മൾ പറഞ്ഞായിരുന്നു അമ്മയുടെ അടുത്ത്. അപ്പം അമ്മയുടെ അത് അവരൊരു പറഞ്ഞു, എനിക്ക് വേണം ഇവിടെ നിൽക്കണം, ഈ വിളക്ക് കത്തിക്കണം, 41 ദിവസം വരെ അച്ഛൻ്റെ കൂടെ നിൽക്കണം എന്നൊക്കെ. അമ്മയുടെ ഒരു മൈൻഡിൽ അച്ഛൻ്റെ പ്രസൻസ് ഇപ്പോഴും ഉണ്ട്. അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പം നമ്മൾ പിന്നെ അതിൽ വാശി പിടിച്ച് അമ്മയെ കൊണ്ടുപോയിട്ട് കാര്യമില്ല. അമ്മയുടെ മനസ്സിന് ഒന്ന് സെറ്റാവട്ടെ, ഇവിടെ നിന്ന് സെറ്റാവട്ടെ. അപ്പം 41 വരെ ഇവിടെ നിന്ന് വിളക്ക് കത്തിച്ചതിന് ശേഷമാണ് നമ്മൾ അസ്ഥി ഒഴുക്കുന്നത്. അപ്പം ഇവിടെ ഡെയിലി മുടങ്ങാതെ വിളക്ക് കത്തിക്കണം. അപ്പം അമ്മ ഇവിടെ തന്നെ ആയിരിക്കും. നമ്മൾ ഇടയ്ക്ക് വരും, ഇടയ്ക്ക് പോകും, അങ്ങനെ നിൽക്കും കേട്ടോ. അമ്മൂടെ ഉറക്കമല്ലേ? ഏട്ടാ, നമ്മളിങ്ങനെ ഉറങ്ങിയെന്നും പറഞ്ഞ് ഇവനെ കൊണ്ട് കാണിക്കുമ്പോൾ കണ്ണുറന്ന് കിടക്കും. മൈ എഡിറ്റിംഗ് ടേബിൾ. തേപ്പോട്ടി എന്തിനാന്ന് വെച്ചിരിക്കുന്നത് എനിക്കറിയാൻ വയ്യ. ചുമയുടെ മരുന്ന്. ആര് വാങ്ങിച്ച ട്രോഫി അടിയത്? എന്തിനു കിട്ടിയതാ? 4ാം ക്ലാസ്സിൽ എന്റെ ലാപ്ടോപ്പിലുണ്ട്. ബെസ്റ്റ് സ്റ്റേജ്. അമ്പൂട്ടൻ വെയിലടിക്കുമ്പോൾ കണ്ണ് മിങ്ങുന്നു. മെനങ്ങാന്ന് അള്ളിയ പാട് മാറിയിട്ടില്ല. തലയിലും ഉണ്ട് കൊതുക്. എൻ്റെ കുഞ്ഞിനെ അറഞ്ചം പുറഞ്ഞം കൊതുക് കടിക്കുന്നത് കണ്ടിട്ട് എനിക്ക് വിഷമം കേട്ടോ. രാവിലെ എണീക്കുമ്പോൾ ഇവനെ കൊതുക് കടി കാണുമ്പോഴേ സങ്കടം വരും. റംബൂട്ടോ മേലാരിയിരിക്കുന്നതിൻ്റെ ബാ അങ്ങ് ബാ. ഉറക്കപ്പിച്ച് അടി ഇച്ചിരി കഴിയണം കേട്ടോ. ഉറക്കം എണീറ്റതേ ഉള്ളൂ പുള്ളി. നമ്മള് എൻട്രോ എടുത്തപ്പോ ഉറക്കമായിരുന്നു. വരുന്നു. കണ്ണികത്തില്ല. ഇതിന്റെ ചേട്ടനാണ് എന്നെ കടിക്കുന്നത്. ഫാമിലി കുളി. ഞാൻ മീൻ പിടിച്ചു തോർത്ത് എത്തൂല. മീൻ കിട്ടിയില്ല, തോർത്ത് കിട്ടി. അച്ഛൻ നിന്റെ എന്താ പിടിച്ച നല്ലത്? ഇത് ശരത്തണ്ണനും ചേട്ടനും പിടിച്ച. നോക്ക് ചാട്. നീന്താ അറിയത്തില്ല. ചാടി ഏട്ടൻ രക്ഷിക്കും. നീന്താ അറിയത്തില്ല. അവിടം വരെ ആഴമില്ല. സ്റ്റെപ്പിൽ ഇറങ്ങിയാൽ മതി. ഞങ്ങൾ ഇവിടെ ഒരു വികാരവും ഇല്ല. അവസാനത്തെ കുളിയാ അങ്ങനെ പറയില്ല. അങ്ങനെയല്ല, ഈ അവസാനത്തെ കുളി എന്ന് വെച്ചാൽ നമ്മൾ ഇത് കഴിഞ്ഞ്
എല്ലാരും പിരിയുകയാണ്. നമ്മുടെ നടുക്കാണ് സുഹൃത്തുക്കളെ. ഞാൻ അവിടെ മീൻപിടി തകർത്ത് നടന്നുകൊണ്ടിരിക്കുക. ഞാൻ കയറിയിട്ട് വേണം മൃതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. എന്തോ അക്രോബാറ്റിക് വരാൻ പോവാ. വില ഇതാ തടി. മീൻ കുറച്ച് പിടിച്ച് ഇത് നമ്മൾ തിരിച്ചു കിട്ടിട്ടേ പോകത്തുള്ളൂ കേട്ടോ. പക്ഷെ രസമുണ്ട്. പണ്ട് വയലിലൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ തോർത്തിലൊക്കെ ഇട്ട് പിടിക്കുമായിരുന്നു. ഇത് മുണ്ടി പിടിച്ചാൽ മുങ്ങി കാണത്തിന് കാണുന്നു. എന്നിലുള്ള വിശ്വാസം കണ്ടോ അവന്. വെള്ളം തരുന്നില്ല, വെള്ളം തരുന്നില്ല. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു പൊന്ന. മതി മതി പൊന്നാ മതി. കൊച്ചാ കൊടുക്കാൻ ഞാൻ ചെയ്യണമെന്ന് വെച്ചാ തുണി കഴിയുന്ന ആരെയും കാണുന്ന. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. രാവിലത്തെ ചടങ്ങും കാര്യങ്ങൾ കഴിഞ്ഞു. പിന്നെ നമ്മൾ ആരിലൊക്കെ പോയി കുളിച്ചു, ഫുഡൊക്കെ കഴിച്ചു. അപ്പം നേരെ ഇവിടുന്ന് ഇനി ട്രിവാൻഡ്രത്തേക്ക് യാത്രയാവുകയാണ്. പറഞ്ഞില്ല, അമ്മ ഇപ്പോഴേ വരുന്നില്ല. 41 ദിവസം വിളക്ക് എത്തിച്ചിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നമ്മളിവിടുന്ന് നേരെ ട്രിവാൻഡ്രത്ത് ഇറങ്ങാൻ പോകും. ഇപ്പോൾ സമയം വൈകിട്ടായിട്ടുണ്ട്. 2:45 3 മണിയാവാനായിട്ടുണ്ട്. ഹേ ഗായ്സ്, അപ്പോൾ നമ്മളത് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. അമ്പുട്ട ബാക്ക് ടു ഹോം. എങ്കിൽ പോലും നമ്മൾ ഇത്രയും ദിവസം നിന്നിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ മൃതിലേക്കും ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. ഇറങ്ങിയപ്പോൾ അമ്മയും ഭയങ്കര സങ്കടമായിരുന്നു. ഈ നമ്മുടെ സാധനങ്ങളൊക്കെ ഒതുക്കുന്നു. വേറെ മൊത്തം പൊടി. നാളെ നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് ആരെങ്കിലും വിളിച്ചാൽ പറ്റത്തുള്ളൂ. കാരണം മൊത്തം പൊടിയാണ് കേട്ടോ. എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? ക്യാമറ പിടിക്കുന്നു, ഫോണിൽ പിടിക്കുന്നു. അച്ഛൻ കൊണ്ടുവന്ന് നട്ട കരിയില്ല. അച്ഛൻ തന്നെ നട്ടത്. തുണിയൊക്കെ പറക്കണം, പൊടിയൊരു അഴുക്കായെങ്കിൽ എന്നോട് കഴുകണം. എവിടെ വന്ന് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നല്ലോ. ഇനി എന്തുവാ? രാത്രി നമുക്ക് വല്ലതും തിന്നുണ്ടാക്കണ്ടേ? എന്തുവാ വേണ്ടേ? ചിരിക്കാതെ കാര്യം പറയടാ. എന്തോ നമുക്ക് വേണ്ടേ? ഞങ്ങക്ക് കിട്ടത്തില്ല. പിന്നെ അച്ഛൻ എന്താ വേണോ ഉണ്ടാക്കി തിന്നു. നമ്മക്ക് എന്തോ വേണ്ടേ രാത്രി? അയ്യോ നാളം. കൊറേ നാളായി മൊത്തം ഒരുമാതിരി കിടക്കുന്നു. 2 ദിവസം കഴിയണോ ഇല്ല സെറ്റായി വരാല്ല. അന്ന് കാപ്പിയെല്ലാം അമ്മ ഉണ്ടാക്കി വെച്ചിട്ട് ആരും കഴിച്ചൊന്നുമില്ലല്ലോ. പാത്രങ്ങളൊക്കെ എല്ലാം അങ്ങനെ കിടക്കും. വീട് ഫുള്ള് മുടിഞ്ഞാതി കിടക്കും. പൊടിയായിരിക്കും. എവിടെ തുടങ്ങണമെന്നൊരു പിടിയില്ല. അപ്പൊ നമ്മളത് വന്ന് കിടന്ന് നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി. അവിടെ എല്ലാരും സംസാരവും അച്ഛനെയും ഓർമ്മയും എന്താ എനിക്കറിയാൻ വയ്യ. 16 ദിവസം ആയോളെങ്കിൽ പോലും 16 17 ആയി. എന്നാലും ഞാൻ ഒരുപാട് നാള് കഴിഞ്ഞ് വീട്ടിലോട്ട് വരുന്ന പോലെയൊക്കെ എനിക്കൊരു തോന്നല്. വല്ലാത്തൊരു ഫീൽ. ഷുഗറും കാര്യങ്ങളൊക്കെ ഉള്ളവരായാലേ കഴിക്കരുത് മധുരമൊന്നും. അച്ഛനൊക്കെ ഇഷ്ടം പോലെ, അച്ഛന് നല്ല ഷുഗർ ഉണ്ടെങ്കിൽ അമ്മയെ ഒളിച്ചും പാത്തൊക്കെ മധുരം തിന്നുമായിരുന്നു. അച്ഛന് മധുരം തിന്നാനും ഭയങ്കര ഇഷ്ടമാണ്. തന്നെ അച്ഛന് ഇഷ്ടമുള്ളത് കൊണ്ട് നമ്മളും അമ്മ കാണാതെ ഒളിച്ചും പാത്തും കൊടുക്കും. അലുവ ചെറിയ പീസൊക്കെ. അമ്മ പറയാൻ കൊടുക്കല്ലെന്ന്.
അച്ഛൻ തിന്നും, അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. ഷുഗർ ഉണ്ടെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. ഉപ്പ് അതുപോലെ അച്ഛൻ അങ്ങനെ ഹെൽത്ത് കോൺഷ്യസേ അല്ല, എല്ലാം കഴിക്കും. പ്രഷർ ഉണ്ടെങ്കിലും ഉപ്പ് വേണം. ഉപ്പില്ലെങ്കിൽ അമ്മയടുത്ത് വഴക്ക് പറയും. അങ്ങനെ ഡയറ്റ് അങ്ങനൊന്നുമില്ല. അങ്ങനെയൊക്കെ നോക്കണം. അങ്ങനെ നമ്മൾ നോക്കണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുഴപ്പമില്ല, അല്ലാതെ ഒറ്റയ്ക്ക് ഇരിക്കാണെങ്കിൽ പറ്റത്തില്ല. മൃദുല അവിടെ ക്ലീനിങ്, പാത്രം കഴുകുന്നു. നമുക്കിവിടെ ക്ലീൻ ചെയ്യാം. അത് അന്നത്തെ പൊങ്കാലയുടെ അന്നത്തെ സാമ്പാറിൻ്റെ കറ വരെ ഉണ്ടല്ലോ മൃദുലേ, പോയി. നമ്മളെ ഊട്ടിച്ചെടിയൊക്കെ ഊട്ടി തന്നെ പോയി. സ്റ്റൗവിൻ്റെ അവസ്ഥ നോക്കൂ സുഹൃത്തുക്കളെ, മൊത്തം അഴുക്കാട്ടോ. നമുക്ക് തുടച്ചെടുക്കാം. ഇങ്ങനെ വെച്ചുകൂടാ, ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഞാൻ പിടിച്ചിട്ടുണ്ട്. വെള്ളം ഫുള്ള് നമ്മൾ കാലി കൊടുത്തു വിടണം. അങ്ങനെ ചെറുതായിട്ട് പിടിച്ചേക്കണം. അമ്മച്ചിയുടെ ചപ്പാത്തി നോക്ക്, അമീബ അമീബ കണ്ടോ, അമീബ കണ്ട പൂട്ടാ, അമീബ. ഇത് എന്തോ ഇത്, ഞാൻ ഉണ്ടാക്കിയാലും പരത്തിയാലും അങ്ങോട്ട് ഷേപ്പ് വരത്തില്ല. അത് എന്താണെന്തോ. അങ്ങനെയൊന്നുമില്ല. എനക്കൊക്കെ ഇരട്ടൊന്നും പറഞ്ഞ് എല്ലാവർക്കും ഒക്കെ ഇരട്ടോ. മുട്ട തേ പിടിങ്ങി സൈഡിൽ വെച്ചിട്ടുണ്ട്. സംസാരിക്കേ. ഹലോ ഗായ്സ്, ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. ഹലോ ഗായ്സ്. മൈൻഡ് ചെയ്യടാ. അന്തര നീ മൈൻഡ് ചെയ്യാത്ത ചെറിയൊരു പുച്ചച്ചിരി. ഞാനിങ്ങനെ പുച്ചച്ചിരി ഉറക്കപ്പിച്ചേട്ടോ പോട്ടെ. ഓ ഏത് തുമ്മല ചപ്പാത്തിക്കകത്ത് ഉള്ളിക്കറിക്കൊന്നും വീടില്ലേ കേട്ടോ. നമുക്കിന്ന് രാത്രി കഴിക്കാൻ ചപ്പാത്തി ആൻഡ് മുട്ടക്കറി ചടപടാന്ന് ഉണ്ടാക്കി കേട്ടോ. കൂടുതൽ ഒന്നും നൈസാണല്ലോ, നൈസ് കട്ടിയില്ല. ഒന്നും എനിക്ക് നൈസ് വേണ്ട. എന്തുവാ കിടന്നൊക്കെ സർക്കസ് കാണിക്കുന്നത്? ഇല്ല കുറച്ച് വാക്കുകൾ പറയൂടാ. കുറച്ച് വാക്കുകൾ പറയും. ഇല്ല അവൻ കൊറേ വട്ടം പറഞ്ഞിട്ടുണ്ട്. ഇല്ല മെനങ്ങാന്ന് എനിക്ക് എന്തോ സംസാരിച്ച പച്ചാന്ന് വിളിക്കുന്നതൊക്കെ തോന്നി രാത്രി, ഓർമ്മ. അപ്പൊ എവിടെ പറഞ്ഞു ഞാൻ വിചാരിക്കും, ഞാൻ പറയാൻ പിന്നെ അവള് ഇത് തള്ളാന്ന് പറഞ്ഞത്. അപ്പൊ അവള് തന്നെ പറഞ്ഞു അച്ഛാന്നല്ലേ വിളിച്ചത്. ഇപ്പൊ അപ്പം പിന്നെ ഇതും പറഞ്ഞു, എന്താണെന്നറിയോ, ബൈ നല്ലോണം പറയും. ബൈ 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 പറഞ്ഞ ചുണ്ടിങ്ങനെ ഇങ്ങനെ അത് പറയും. അങ്ങനെ ദീപ്തി ചേച്ചി വീഡിയോ കോൾ വിളിക്കണം ബോംബെന്ന്. നമ്മൾ തിന്നുന്നതിന് മുന്നേ അവൻ ചവച്ചെടുക്കും. ഉള്ളിക്കറി അത്ര ശരിയായെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ അടുത്ത മാസം ചോറ് തിന്നേ. 2 ദിവസം എടുക്കും കേട്ടോ നമ്മൾ ഇവിടെ നിന്ന് സെറ്റ് ആവാൻ. കാരണം ഇത്രയും ദിവസം ഇല്ലാഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് എല്ലാവരും ഉണ്ടല്ലോ, ഒന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ട പോലെ, സത്യം പറഞ്ഞാൽ ഒറ്റപ്പെട്ടൊരു ഫീല്, പെട്ടെന്ന് ഒറ്റയ്ക്കായ ഒരു ഫീല്. അതിലേ നമ്മൾ മാറി ഓവർകം ചെയ്ത് വരണം. കാരണം ബാലൻസ് ലൈഫുണ്ട്, മോർ നമ്മുടെ പ്രിയപ്പെട്ടവർ ചുറ്റും വേറെ ആൾക്കാരുണ്ട്. അപ്പം അവർക്കൊക്കെ വേണ്ടി ഇല്ലേ അമ്പൂട്ടാ, ഞാൻ ഉണ്ട്, അമ്പൂട്ടുണ്ട് ഇല്ലേ. അപ്പം നമുക്കൊക്കെ വേണ്ടി ഒക്കെ ആയിട്ട് പഴയ പോലെ. കാര്യം വന്നപ്പോൾ ഞാൻ ഇങ്ങോട്ട് ആലോചിച്ചുകൊണ്ട് വരായിരുന്നേ, എനിക്ക് ജന്മം തന്ന അച്ഛൻ പോയി, പക്ഷെ ഞാൻ ജന്മം കൊടുത്തൊരു കുഞ്ഞില്ലേ. അപ്പം അവൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ ഇനി മുന്നോട്ട് പഴയതുപോലെ ആയേ പറ്റൂ. ലൈഫ് അങ്ങനെയല്ലേ, അച്ഛനമ്മമാരൊരു പരിധി വരെ നമ്മുടെ കൂടെ കാണും. അത് കഴിയുമ്പോൾ നമ്മൾ മുന്നോട്ട് പോയേ പറ്റൂ. ഞങ്ങളെ കൊതിപ്പിക്കുന്നുണ്ടെന്നാ. അടുത്ത മാസമായിട്ട് അവ ഇതുപോലെ കുറുക്ക് കൊതിയെടുക്കും. മനസ്സിൽ വിളിക്കുന്നത് എനിക്ക് എന്തോന്ന് അറിയാം, പോടാച്ചാ ഇതല്ലേ. ഈ കൊതു കടിച്ച പാട് ഈ മാന്തി മാറാൻ ഇച്ചിരി ടൈം എടുക്കും. കൊതു കടിച്ച പാടുണ്ട്. ഡൺ ഡൺ പറ. ഓക്കേ ഓക്കേ പറ. ഓക്കേ ബൈ 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 പറ. ബൈ 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 ബൈ. നമ്മുടെ ഇങ്ങോട്ട് ബൈ 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 ബൈ. ബൈ ബൈ. എന്തൊക്കെയാ പറയാൻ ശ്രമിക്കുന്നുണ്ട്.
അമ്പലങ്ങളിലൊക്കെ പോകണ്ട കേട്ടോ. സത്യം ദൈവത്തിന് നമുക്ക് ആവശ്യത്തിനുള്ള വിശ്വാസമേ ഉള്ളൂ, നമ്മളെ വീഡിയോ കാണുന്നവർക്കറിയാം. പക്ഷേ അവിടെ പോകുന്നത് നമ്മുടെ പരാതികൾ പറയാനോ നമ്മുടെ പരിഭവങ്ങൾ പറയാനോ ഇന്നത് വരുത്തണം, അയ്യോ എനിക്കിത് ഇങ്ങനെ വരാവേ എന്നൊന്നും പറയാനൊന്നുമല്ല. അവിടെ പോകുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ഒരു എന്താ പറയുക, നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സായി അമ്പലത്തിൻ്റെ ചുറ്റും നടക്കുമ്പോഴൊക്കെ നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആവും. സത്യം പറഞ്ഞാൽ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ അമ്പലത്തിൽ പോകുന്നത്, അല്ലാതെ ദൈവത്തിനെ ബുദ്ധിമുട്ടിച്ച് കഥകളൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല. എന്തോ പറ്റിയിട്ട് കരയുന്നത്? നാളെ അമ്പലത്തിൽ പോകുമ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ ആയുസ് ആരോഗ്യം നൽകണമെന്ന് പറയും. ഇനി തൊട്ട് അച്ഛൻ്റെ ആത്മാവിനെ ശാന്തി കിട്ടണേ നൽകുന്നുള്ള പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് അമ്പലങ്ങളിലൊക്കെ പോകണം. അതുപോലെ തന്നെ എനിക്ക് മലയ്ക്ക് പോകണമെന്ന് എത്രയോ വർഷങ്ങൾ കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് മലയ്ക്ക് പോകാൻ മാല ഇടണം. അപ്പോഴേ ചോറുകൾ വരുന്നത് നമ്മളൊരു ആപത്ത് സമയത്ത് നമ്മളിങ്ങനെ വേറെ വിളിക്കാൻ ആരും ഇല്ലാത്തപ്പോൾ നമ്മൾ ദൈവത്തിനെ തന്നെ വിളിക്കും ദൈവമേന്ന്. ആ ഒരു ആപത്ത് തരണം ചെയ്ത് നമ്മളെ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ അവർക്ക് കൊടുത്ത പ്രോമിസുകൾ നമ്മൾ തീർക്കണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് അന്ന് ഇവൻ്റെ വാട്ടർ ബ്രേക്ക് അമ്പൂട്ടിനെ നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ദൈവത്തിനോട് അല്ലേ അമ്പൂട്ടാ ദൈവത്തിനോട് പറഞ്ഞപ്പം അതൊക്കെ നമുക്ക് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടുണ്ട്. അത് എനിക്ക് മലയ്ക്ക് പോകണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്, അതൊക്കെ നടക്കട്ടെ. അതായത് നമ്മളെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം നാളെ കാണാം. അപ്പോൾ അതുവരേക്കും ലവ് യു ആൻഡ് ബൈ ഗൈസ്. ബൈ.